Good morning, dear friends. Yesterday we will discuss about the memory and its different dimensions. Today we will continue about the memory in detail. And today we will discuss about the brief history about the yesterday's class. Yesterday we will discuss about the memory, and yesterday we discussed about the memory and its concepts. What is a memory and its definition. I'm once again telling the different dimensions of memory in, as you're reminding. So memory is a process by which past experiences and learning can be used in the present. That means നമ്മളുടെ പഴയ കാല അല്ലെങ്കിൽ നമ്മുടെ പഴയ എക്സ്പീരിയൻസസിലൂടെ നമ്മുടെ ലേണിങ് ഇപ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളതിനെ മാറ്റുന്നതിനെയാണ് മെമ്മറി എന്ന് പറയുന്നത്. And this term memory comes from the Latin word memory, that means to be mindful of or to serve as a reminder. This is coming from the memory. The term memory, that word memory is coming from the Latin word that is memory, and which is meant to be mindful of or to serve as a reminder. And yesterday we will discuss the different stages of memory, and it is encoding, retention, and retrieval. Uh, 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 and we discussed about the encoding. It is a process by which information is initially recorded in a form of usable to memory. That means നമ്മളുടെ ഓർമ്മയിലേക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഫോമിലേക്ക് അതിനെ മാറ്റി സ്ഥാപിക്കുന്നതിനെയാണ് എൻകോഡിംഗ് എന്ന് പറയുക. And this encoding is carried out through two different strategies, effortful encoding and automatic encoding. നമ്മളത് ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല എന്ന് തോന്നുന്നു. എഫേർട്ട്ഫുൾ എൻകോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എ ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ടു പുട്ട് സംതിങ് ഇൻ ടു മെമ്മറി. നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ചെയ്യാണ്. സ്വാഭാവികമായിട്ടും ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യും? ദാറ്റ് ഈസ് എഫേർട്ട്ഫുൾ എൻകോഡിംഗ് ആണ്. നമ്മുടെ മെമ്മറിയിലേക്ക് അത് കയറ്റി വയ്ക്കുകയാണ്. It is deliberate attempt to put something into memory. That is example, learning to a topic. Next is automatic encoding. Automatic encoding means here no deliberate attempt is necessary to encode information. Example, unforgettable experiences. സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു യാത്ര പോവുകയാണ്. ആ യാത്ര പോകുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ അൺഡെലിബറേറ്റ് ആയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ ഫോഴ്സ്ഫുള്ളി അല്ല നമ്മൾ ഉണ്ടാക്കുന്നത്, പക്ഷേ നമ്മുടെ ഉള്ളിലേക്ക് അത് കയറി വരുന്നു. ദാറ്റ് ഈസ് എന്താ പറയുക, ഹിയർ ഇസ് നോ ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ഈസ് നെസസറി ടു എൻകോഡ് ഇൻഫോർമേഷൻ. എക്സാമ്പിൾ, അൺഫോർഗറ്റബിൾ എക്സ്പീരിയൻസസ്. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുകയാണ്, ഒരു പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇൻസിഡൻറ്റ് സംഭവിക്കുകയാണ്, നമ്മളിപ്പോഴും അത് ഓർത്തിരിക്കും. സോ അത് നമ്മൾ ഡെലിബറേറ്റ് അറ്റംപ്റ്റ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എഫേർട്ട്ഫുൾ എൻകോഡിങ് നടത്തേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് ഓട്ടോമാറ്റിക് എൻകോഡിങ് ആയിക്കോളും എന്നുള്ളതാണ് നമ്മുടെ ഇതിൽ. നെക്സ്റ്റ് ഈസ് അതാണ് രണ്ട് ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ടു എൻകോഡ് ദ ഇൻഫോർമേഷൻ. നെക്സ്റ്റ് ഈസ് റിട്ടൻഷൻ എന്ന് പറയുന്നൊരു സംഭവമാണ്. ഇറ്റ് ഈസ് എ മെയിൻ്റെനൻസ് ഓഫ് ഇൻഫോർമേഷൻ ഓവർ ടൈം. നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ നമ്മൾ ആ ഇൻഫോർമേഷൻ കൂടെ കൊണ്ടു നടക്കുകയാണ്. ദാറ്റ് ഈസ് റിട്ടൻഷൻ എന്ന് പറയും. ആ റിട്ടൻഷനെ നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് കിട്ടിയിട്ടുള്ള നമുക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മയുള്ള കുറേ കാര്യങ്ങളെ നമ്മൾ ഓർത്തു വയ്ക്കും. ദാറ്റ് ഈസ് റിട്ടൻഷൻ. ആൻഡ് തേർഡ് പ്രോസസ് ഈസ് റിട്രീവൽ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ആൻഡ് ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് മെറ്റീരിയൽ സ്റ്റോർഡ് ഇൻ ദ മെമ്മറി ബ്രോട്ട് ഇൻ ടു അവെയർനെസ്. ദാറ്റ് മീൻസ് നമ്മുടെ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്ത സാധനങ്ങളെ നമ്മുടെ അവെയർനെസ് ലെവലിലേക്ക് കൊണ്ടുവരികയാണ്, നമ്മുടെ ബോധതലത്തിലേക്ക് അത് കൊണ്ടുവരുന്നതിനാണ് റിട്രീവ് ചെയ്തെടുക്കുക എന്ന് നമ്മൾ പറയാറുണ്ട്. ഒരു കാര്യങ്ങളെ റിട്രീവ് ചെയ്തെടുക്കുക. അപ്പോൾ മെമ്മറി കാർഡിൽ മെമ്മറി പോയി കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ ഡാറ്റ റിട്രീവ് ചെയ്തെടുക്കുന്ന സാഹചര്യമുണ്ട്. നമ്മൾ അതിൽ നിന്ന് സ്റ്റോർ ചെയ്ത് വെച്ച സാധനങ്ങളെ പതുക്കെ നമ്മുടെ ബോധതലത്തിലേക്ക് കൊണ്ടുവരുന്ന ആ പ്രോസസ്സിനെയാണ് റിട്രീവൽ എന്ന് പറയുക. ആൻഡ് ഹെർമൻ എബിൻഗസ് വാസ് എ ഫൗണ്ടർ ഓഫ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഹ്യൂമൻ മെമ്മറി. ഹ്യൂമൻ മെമ്മറിനെ കുറിച്ച് സയൻറ്റിഫിക്കായിട്ട് സ്റ്റഡി നടത്തിയിട്ടുള്ളത് ഹെർമൻ എബിൻഗസ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്, സൈക്കോളജിസ്റ്റാണ്. നെക്സ്റ്റ് ഈസ്, ഇപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം വരെ നമ്മൾ സംസാരിച്ചതാണ്. ആൻഡ് ദീസ് ആർ ദ ടൈപ്സ് ഓഫ് മെമ്മറി. ഇതും നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചു. അക്കോർഡിംഗ് ടു അറ്റ്കിൻസൺ ആൻഡ് ഷിഫ്രിൻ, ദർ ആർ 3 types of memory that vary according to the time phases: sensory memory, short term memory, and long term memory.
അതിലെന്തൊക്കെയാണെന്നുള്ളത് പറയും. ഷോർട്ട് ടേം സെൻസറി മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ സെൻസറി മെമ്മറി ടൈം ഫ്രെയിംസ് ഓഫ് എ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് ഇൻ ടു സെവറൽ സെക്കൻഡ്. സ്വാഭാവികമായിട്ടും 2 സെക്കൻഡോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ 2 സെക്കൻഡ് മാത്രം നിലനിൽക്കുന്ന ടൈം ഫ്രെയിംസിലേക്ക് നിലനിൽക്കുന്ന മെമ്മറിയെയാണ് സെൻസറി മെമ്മറി എന്ന് നമ്മൾ പറയുക. ആൻഡ് ദ 2 ഫോംസ് ഓഫ് സെൻസറി മെമ്മറി, ഫസ്റ്റ് ഈസ് ഓഡിറ്ററി, സെക്കൻഡ് ഈസ് വിഷ്വൽ. ഇതും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ആൻഡ് ഓഡിറ്ററി മെമ്മറി ആൻഡ് വിഷ്വൽ മെമ്മറി നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു. ആൻഡ് നെക്സ്റ്റ് ഈസ് എക്കോയിക് മെമ്മറി, ദാറ്റ് ഈസ് വേർഡ് ടു എക്കോ, വേർഡ് എക്കോ. സ്വാഭാവികമായിട്ടും so it is a name given to the auditory sensory register in which information is retained for up to several seconds. അതിനെയാണ് എക്കോയിക് മെമ്മറി എന്ന് പറയുക. എക്കോയിക് മെമ്മറി എന്ന് പറയുക. അതും സെൻസറി മെമ്മറി ഭാഗമാണ്. ഐക്കണിക് മെമ്മറി, ഐക്കണിക് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ എക്കോയിക് മെമ്മറി ഒരു ഒരു വാക്ക് ശബ്ദത്തിലേക്ക് മാറുന്നതിനെയാണ് എക്കോയിക് മെമ്മറി എന്ന് പറയുക. Next is iconic memory, from the word icon, which means image. Information is retained only for about 1/4 of a second. അങ്ങനെ ഈ സെൻസറി മെമ്മറിയുടെ 2 പാർട്ടാണ് ഈ പറഞ്ഞ എക്കോയിക് മെമ്മറിയും ഐക്കണിക് മെമ്മറിയും. ആൻഡ് ഇൻഫോർമേഷൻ ഈസ് റിറ്റൈൻഡ് ഓൺലി ഫോർ അബൌട്ട് 1/4 ഓഫ് എ സെക്കൻഡ്. ഓഡിറ്ററി, വിഷ്വൽ അപ് ടു സെവറൽ സെക്കൻഡ്. ഓഡിറ്ററി എന്ന് പറയുന്നത് അപ് ടു സെവറൽ സെക്കൻഡ്, വിഷ്വൽ എന്ന് പറയുന്നത് അബൌട്ട് 1/4 ഓഫ് എ സെക്കൻഡ്. അതാണ് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിനുള്ളിൽ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മൾ ഷോർട്ട് ടേം മെമ്മറീനെ കുറിച്ചിട്ടാണ്. വിഷ്വൽ മെമ്മറീനെയും ഓഡിറ്ററി മെമ്മറീനെയും നമ്മൾ ഓഡിറ്ററി മെമ്മറീനെ എക്കോയിക് മെമ്മറി എന്നും വിഷ്വൽ മെമ്മറീനെ ഐക്കണിക് മെമ്മറി എന്നും പറയും. ആൻഡ് ദിസ് ഈസ് എ പാർട്ട് ഓഫ് സെൻസറി മെമ്മറി. ഇത്രയും കാര്യങ്ങൾ പഠിക്കുക. നെക്സ്റ്റ് ഈസ് ഷോർട്ട് ടേം ഓർ വർക്കിംഗ് മെമ്മറി എന്ന് പറയും. And it is sometimes called as TM, that is short term memory. It is limited capacity memory system in which information is retained for as long as 30 seconds. 30 സെക്കൻഡ് വരെ നിലനിൽക്കുന്ന മെമ്മറിയാണ് ഷോർട്ട് ടൈം മെമ്മറി, വർക്കിംഗ് മെമ്മറി എന്ന് പറയുന്നത്. അൺലെസ് ഇൻഫോർമേഷൻ ഈസ് റിഹേഴ്സ്ഡ്, ആ നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ റിഹേഴ്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് cannot be റീറ്റെയിൻഡ് എന്നുള്ളതാണ്. നമ്മൾക്കത് നിലനിർത്താനായിട്ട് സാധിക്കില്ല എന്നുള്ളത്. ഇതും ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നതാണ് മെമ്മറിയുമായിട്ട് ബന്ധപ്പെട്ട്. ആൻഡ് STM ക്യാൻ ഹോൾഡ് ലിമിറ്റഡ് നമ്പർ ഓഫ് ഐറ്റംസ്, ദാറ്റ് ഈസ് 7+ or -2 ഐറ്റംസ്. ജോർജ് മില്ലർ പറഞ്ഞിട്ടുള്ളതാണെന്ന് പറഞ്ഞു. ഞാൻ ഇന്നലെ പറഞ്ഞതിൻ്റെ ചെറിയ സംഗ്രഹിത രൂപം കൂടിയിട്ടാണ് ഇന്ന് നിങ്ങളോട് പറഞ്ഞു വയ്ക്കുന്നത്. ഷോർട്ട് ടേം മെമ്മറിയിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മെമ്മറി കാത്തു സൂക്ഷിക്കുക. നമുക്ക് സാധാരണ രീതിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു 30 സെക്കൻഡ് വരെയുള്ള റിറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്ന മെമ്മറിനെയാണ് നമ്മൾ ഷോർട്ട് ടൈം മെമ്മറി എന്ന് പറയുക. റിഹേഴ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ സമയം, ടൈം ഫ്രെയിം എന്ന് പറയുന്നത് വ്യത്യാസപ്പെട്ടിരിക്കും എന്നുള്ളതാണ്. ആൻഡ് 7+ or -2 ഐറ്റംസ് എന്നുള്ളതാണ് അടുത്തത്. നെക്സ്റ്റ് ഈസ് active processing of information also occurs in short term memory. That's the term working memory. There are 3 parts of working memory. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ്, ഫോണോളജിക്കൽ റിഹേഴ്സൽ ലൂപ്പ്, നെക്സ്റ്റ് ഈസ് സെൻട്രൽ എക്സിക്യൂട്ടീവ്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചതാണ് എന്താണെന്നുള്ളത്. ആൻഡ് വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പോണൻറ്റ് ഇസ് എ വിഷ്വൽ വർക്ക് പ്ലേസ് റെസ്പോൺസിബിൾ ഫോർ ഹോൾഡിംഗ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് വിഷ്വൽ ഇമേജസ് ആൻഡ് സ്പേഷ്യൽ ഇൻഫോർമേഷൻ. നമുക്കറിയാം, ഞാനതിൻ്റെ എക്സാമ്പിൾ ചെയ്ത നിങ്ങളുടെ അടുത്ത് വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡിനെ കുറിച്ച് പറഞ്ഞതാണ്. ആൻഡ് നെക്സ്റ്റ് ഈസ് ഫോണോളജിക്കൽ റിഹേഴ്സൽ ലൂപ്പ്. ദിസ് പാർട്ട് ഇൻവോൾവ്സ് ഹോൾഡിംഗ് ആൻഡ് മാനിപ്പുലേറ്റിംഗ് വെർബൽ ഇൻഫോർമേഷൻ. അതാണ് ഫോണോളജിക്കൽ. ഞാൻ പറഞ്ഞു വാക്കുകൾ കൊണ്ട് ഫോണോളജിക്കൽ റിഹേഴ്സൽ ലൂപ്പ് എന്ന് പറയുന്ന ഒരു പാർട്ട് ഉണ്ട് എന്ന് പറഞ്ഞു. സെൻട്രൽ എക്സിക്യൂട്ടീവ്, ദാറ്റ് ഈസ് ദിസ് പാർട്ട് ഈസ് സൂപ്പർവൈസസ് ആൻഡ് കോർഡിനേറ്റ്സ് ദ അതർ 2 components ആസ് വെൽ ആസ് മെറ്റീരിയൽ റിട്രീവ്ഡ് ഫ്രം ലോങ് ടേം മെമ്മറി. ദാറ്റ് മീൻസ് ലോങ് ടേം മെമ്മറിയിൽ നിന്ന് നമ്മൾ റിട്രീവ് ചെയ്തിരിക്കുന്ന ഇൻഫോർമേഷൻസ് മുഴുവനും കൺട്രോൾ ചെയ്യുന്നത് സെൻട്രൽ എക്സിക്യൂട്ടീവ് പാർട്ടാണെന്ന് പറഞ്ഞു. And there are two ways to increase the limited capacity of STM store. STM store എന്താ പറയുക, നമുക്ക് കൂട്ടാനായിട്ടുള്ള ചില 2 തരത്തിലുള്ള വേസ് ഉണ്ടെന്ന് പറയുന്നു. സോ ദാറ്റ് മോർ ഓഫ് ദി ഇൻഫോർമേഷൻ ദർ ക്യാൻ ബി പുട്ട് ഇൻ ടു ലോങ് ടൈം മെമ്മറി. നമ്മുടെ ലോങ് ടൈം മെമ്മറിയിലേക്ക് നമ്മുടെ കുറേ കാര്യങ്ങൾ സൂക്ഷിച്ച് വയ്ക്കാൻ നമുക്ക് സാധിക്കുന്നുള്ള. ഒന്ന് ചങ്കിങ്ങും ഒന്ന് റിഹേഴ്സലും. ചങ്കിങ് എന്താണെന്നുള്ളതാണ് ഇനി പറയാനുള്ളത്. Chunking is a process of organizing random elements into a meaningful whole. That means, for example, 8931. Chunking is a process of organizing random elements into a meaningful whole.
ആ എക്സാമ്പിൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ചങ്കിങ് എന്താണെന്നുള്ളത് പറയാം. ചങ്കിങ് 893144341502157841668506 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്പർ അതിൻ്റെ ഉള്ളിൽ കാണാം. ചങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ്, ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യാം. Chunking എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് ഇൻഡിവിജ്വൽ പീസസ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ഗ്രൂപ്പിംഗ് ദം ഇൻ ടു ലാർജർ യൂണിറ്റ്സ്. അതാണ് ഇവിടെ പറയണത്. ഒരു യൂണിറ്റുകളാക്കി തരംതിരിക്കുകയും അതിനെ ഇപ്പോൾ ഇൻഡിവിജ്വൽ പീസസ് ആയിട്ട് ഇൻഫോർമേഷനെ നമ്മൾ തരംതിരിക്കുകയും അതിനെ ലാർജർ യൂണിറ്റിലേക്ക് കമ്പൈൻ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ചങ്കിങ് എന്ന് പറയുക. ആൻഡ് ദിസ് ചങ്കിങ് ഈസ് ഇവിടെ നമുക്കറിയാം ഒരുപാട് നമ്പേഴ്സ് ഇങ്ങനെ കൂട്ടി ചേർത്ത് വെച്ചേക്കാണ്. ഒരു മീനിങ് ഫുള്ളായിട്ടുള്ള ഒരു റാൻഡം എലമെൻസിനെ മീനിങ് ഫുള്ളായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ സാധാരണ വേർഡ് നമ്മൾ കൂട്ടി വെച്ചൊരു വേർഡ് ഉണ്ടാക്കുന്നത് പോലെ തന്നെ. നെക്സ്റ്റ് ഈസ് റിഹേഴ്സൽ എന്ന് പറയുന്ന ഒരു സംഭവം. ആൻഡ് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റിപ്പീറ്റീവ്ലി വെർബലൈസിങ് ഓർ തിങ്കിങ് അബൌട്ട് ഇൻഫോർമേഷൻ. നമ്മൾ സാധാരണഗതിയിൽ നമ്മളൊരു കാര്യത്തെ റിഹേഴ്സ് ചെയ്യുന്നു അല്ലേ. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റിപ്പീറ്റീവ്ലി വെർബലൈസിങ് ഓർ തിങ്കിങ് അബൌട്ട് ഇൻഫോർമേഷൻ. ഇത് രണ്ടും നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. Next is rehearsal is demonstrated by Hermann Ebbinghaus, a German philosopher, psychologist. Rehearsal are two types: maintenance rehearsal, elaborate rehearsal. Rehearsal രണ്ട് തരത്തിൽ തരംതിരിക്കാം. That is maintenance rehearsal and elaborate rehearsal. Maintenance rehearsal എന്ന് പറയുന്നത് it is conscious repetition of information that increases the length of time. That is നമുക്കറിയാം നമ്മളൊരു പാട്ട് നമ്മൾ പാടിക്കൊണ്ട് നടക്കും. ചില സാധനങ്ങൾ നമ്മൾ എപ്പോഴും കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പാടിക്കൊണ്ടിരിക്കും. അല്ലെ, കോൺഷ്യസ് ആയിട്ട് റിപ്പീറ്റേഷൻ ഓഫ് ഇൻഫർമേഷൻ ദാറ്റ് ഇൻക്രീസ് ദ ലെങ്ത് ഓഫ് ടൈം. നമ്മുടെ മെമ്മറി കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ മെമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോൺഷ്യസ് റിപ്പീറ്റേഷൻ നടത്തുന്നത്. ദാറ്റ് ഈസ് മെയിൻ്റെനൻസ് റിഹേഴ്സൽ. ഫോർ എക്സാമ്പിൾ, മെമ്മറൈസ് എ നമ്പർ വിത്ത് ഇന്നർ വോയിസ്. ദാറ്റ് മീൻസ് ഇന്നർ വോയിസ് എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. നെക്സ്റ്റ് ഈസ് ഇലോബറേറ്റ് റിഹേഴ്സൽ. ഇലോബറേറ്റ് റിഹേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് അസോസിയേഷൻ ഓഫ് ന്യൂ ഇൻഫർമേഷൻ വിത്ത് ഓൾറെഡി സ്റ്റോർഡ് നോളജ് ആൻഡ് അനാലിസിസ് ഓഫ് ന്യൂ ഇൻഫർമേഷൻ ഇൻ ഓർഡർ ടു മേക്ക് ഇറ്റ് മെമ്മറബിൾ. ദാറ്റ് മീൻസ് നമ്മൾ ഓൾറെഡി നമ്മുടെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഇൻഫോർമേഷനെ പുതിയൊരു ഇൻഫോർമേഷൻ കിട്ടുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്, ബന്ധപ്പെടുത്തി ഓർക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ദാറ്റ് ഈസ് ഇലോബറേറ്റീവ് റിഹേഴ്സൽ എന്ന് പറയും. നെക്സ്റ്റ് ഈസ് ലോങ് ടൈം മെമ്മറി. ഞാൻ ഇത്ര നേരം പറഞ്ഞിരുന്നത് ഷോർട്ട് ടൈം മെമ്മറിയുടെ ഭാഗങ്ങളാണ്. ഷോർട്ട് ടൈം മെമ്മറിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അല്ലെങ്കിൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെൻസുമാണ്. എന്താ പറയുക, ലോങ് ടൈം മെമ്മറി ഷോർട്ട് ടൈം മെമ്മറിയിൽ നമ്മൾ പറഞ്ഞിരുന്നത്, അതിൽ പറഞ്ഞു നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈ വർക്കിംഗ് മെമ്മറിയുടെ 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള പാർട്ടുകളെ കുറിച്ച് പറഞ്ഞു. വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ്, ഫോണോളജിക്കൽ റിഹേഴ്സൽ, വിഷ്വൽ സ്പേഷ്യൽ സ്കെച്ച് പാഡ് എന്താണെന്നുള്ളത് പറഞ്ഞു, ഫോണോളജിക്കൽ റിഹേഴ്സൽ ലൂപ്പ് എന്താണെന്നുള്ളത് പറഞ്ഞു, സെൻട്രൽ എക്സിക്യൂട്ടീവ് എന്താണെന്നുള്ളത് പറഞ്ഞു. ആൻഡ് അതിൻ്റെ ഭാഗമായിട്ട് 2 പ്രധാനപ്പെട്ട എങ്ങനെയാണ് നമ്മൾ ലോങ് ടൈം മെമ്മറിയിലേക്ക് നമ്മുടെ ലിമിറ്റഡ് STM സ്റ്റോറിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനുള്ള 2 വഴികൾ എന്താണെന്നുള്ളത് പറഞ്ഞു. ദാറ്റ് ഈസ് ചങ്കിങ് ആൻഡ് റിഹേഴ്സൽ. ചങ്കിങ് എന്താണെന്നുള്ളത് പറഞ്ഞു. ഡിഫറെൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്സിനെ മീനിങ് ഫുൾ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ്. റിഹേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ റിപ്പീറ്റേറ്റീവ്ലി വെർബലൈസിങ് ഓർ തിങ്കിങ് അബൌട്ട് ദ ഇൻഫർമേഷൻ വി ഗെറ്റ് ഫ്രം അതർ സോഴ്സസ്. സെക്കൻഡ് വൺ റിഹേഴ്സൽ എങ്ങനെയാണ്, ഏതൊക്കെ തരത്തിലുള്ള റിഹേഴ്സൽ ഉണ്ട് എന്ന് പറഞ്ഞു. മെയിൻ്റെനൻസ് റിഹേഴ്സൽ ഉണ്ട്, എലോബറേറ്റീവ് റിഹേഴ്സൽ ഉണ്ട്. മെയിൻ്റെനൻസ് റിഹേഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് പറഞ്ഞു. ഇറ്റ് ഈസ് കോൺഷ്യസ് റിപ്പീറ്റേഷൻ ഓഫ് ഇൻഫർമേഷൻ ദാറ്റ് ഇൻക്രീസസ് ദ ലെങ്ത് ഓഫ് ടൈം.
ഫോർ എക്സാമ്പിൾ മെമ്മറൈസ് എ നമ്പർ വിത്ത് ഇന്നർ വോയിസ്. നെക്സ്റ്റ് ഈസ് ഇലോബറേറ്റ് റിഹേഴ്സൽ എന്ന് പറഞ്ഞു. ഇറ്റ് ഇൻവോൾവ്സ് അസോസിയേഷൻ ഓഫ് ന്യൂ ഇൻഫോർമേഷൻ വിത്ത് ഓൾറെഡി സ്റ്റോർഡ് നോളജ് ആൻഡ് അനാലിസിസ് ഓഫ് ന്യൂ ഇൻഫോർമേഷൻ ഇൻ ഓർഡർ ടു മേക്ക് ഇറ്റ് മെമ്മറബിൾ. ആൻഡ് ലോങ് ടേം മെമ്മറി എന്താണെന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ടൈപ്പ് ഓഫ് മെമ്മറി ദാറ്റ് ഹോൾഡ് ലാർജ് എമൗണ്ട് ഓഫ് ഇൻഫോർമേഷൻ ഫോർ എ ലോങ് പീരിയഡ് ഓഫ് ടൈം റിലേറ്റീവ്ലി പെർമനൻ്റ്ലി. നമ്മുടെ ഓർമ്മയിൽ നമ്മൾക്ക് കുറേ കാലത്തേക്ക് വേണ്ടി സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന മെമ്മറി പാർട്ടാണ്, അല്ലെങ്കിൽ ലാർജ് എമൗണ്ട് ഓഫ് ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന മെമ്മറിനെയാണ് ലോങ് ടേം മെമ്മറി എന്ന് പറയുക. ലോങ്ങർ പീരീഡിലേക്ക് നമുക്കത് യൂസ് ചെയ്യാനും റിട്രീവ് ചെയ്തെടുക്കാനും പറ്റും എന്നുള്ളതാണ്. ആൻഡ് സബ് ടൈപ്സ് ഓഫ് എ ലോങ് ടൈം മെമ്മറി നമ്മൾ പറയുമ്പോൾ ഡിക്ലറേറ്റീവ് മെമ്മറി ആൻഡ് പ്രൊസീജിയർ മെമ്മറി രണ്ട് പ്രധാനപ്പെട്ട ടൈപ്പാണ്. ലോങ് ടൈം മെമ്മറിയിലെ രണ്ട് പ്രധാനപ്പെട്ട ടൈപ്പാണ് ഡിക്ലറേറ്റീവ് മെമ്മറിയും പ്രൊസീജിയറൽ മെമ്മറിയും. ആൻഡ് ഡിക്ലറേറ്റീവ് മെമ്മറി എന്താണെന്നുള്ളത് പറയാം. It is a conscious recollection of information such as specific facts or events. That means നമ്മൾ റീകളക്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ഓൾറെഡി ലോങ് ടേം മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള കോൺഷ്യസ് റീകളക്ഷൻ, കോൺഷ്യസ്ലി നമ്മൾ റീകളക്ട് ചെയ്തെടുക്കുകയാണ്, ഈവൻ്റ് ആയിക്കോട്ടെ ഫാക്ട്സ് ആയിട്ട്. ആൻഡ് അറ്റ്ലീസ്റ്റ് ഇൻ ഹ്യൂമൻ ഇൻഫോർമേഷൻ ദാറ്റ് ക്യാൻ ബി വെർബലി കമ്മ്യൂണിക്കേറ്റഡ്. നമുക്കറിയാം, നമുക്കറിയാവുന്ന കാര്യങ്ങളെ നമ്മൾ കൃത്യമായിട്ട് വെർബലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന രീതിയിലേക്ക് നമ്മുടെ മെമ്മറി ലെവലിലേക്ക് കൊണ്ടുവരാണ്. ദാറ്റ് ഈസ് ഡിക്ലറേറ്റീവ് മെമ്മറി. ആൻഡ് ഇറ്റ് ഈസ് റീസെൻ്റ്ലി കോൾഡ് ആസ് എക്സ്പ്ലിസിറ്റ് മെമ്മറി. ഈ ഡിക്ലറേറ്റീവ് മെമ്മറീനെ നമ്മൾ എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്നും കൂടി പറയും. എക്സാമ്പിൾ, ഹൗ ടു സ്പെൽ എ ബൈസിക്കിൾ എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഓർമ്മയിൽ നിന്ന് എടുത്തിട്ടാണ് ബൈസിക്കിളിൻ്റെ സ്പെല്ലിങ് നമ്മൾ എടുക്കുക. BICYCLE എന്ന് പറയുന്ന ഒരു സ്പെല്ലിങ് നമ്മൾ എടുക്കുക നമ്മുടെ ഓർമ്മയിൽ നിന്ന്. നോയിങ്, നമുക്ക് ഓർമ്മയെടുക്കുക, കോൺഷ്യസ്ലി റീകളക്ട് ചെയ്യാണ് നമ്മൾ ആ വേർഡിനെ, നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള വേർഡിനെ. ദാറ്റ് ഈസ് ഡിക്ലറേറ്റീവ് മെമ്മറി. ആൻഡ് ടൈപ്സ് ഓഫ് ഡിക്ലറേറ്റീവ്, ഈ ഡിക്ലറേറ്റീവ് മെമ്മറി അല്ലെങ്കിൽ എന്താ പറയുക എക്സ്പ്ലിസിറ്റ് മെമ്മറീനെ വീണ്ടും നമ്മൾ എന്തെന്ന് പറയും, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡിക്ലറേറ്റീവ് മെമ്മറി സബ് ഡിവൈഡഡ് ബൈ കനേഡിയൻ കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റ് എൻഡൽ ടൾവിങ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കനേഡിയൻ സൈക്കോളജിസ്റ്റ് ഇതിനെ വീണ്ടും ഡിക്ലറേറ്റീവ് മെമ്മറിനെ സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഇൻ 1972. അതിൽ സെമാൻറ്റിക് മെമ്മറി ആൻഡ് എപ്പിസോഡിക് മെമ്മറി എന്നാണ് അതിനെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ആൻഡ് സെമാൻറ്റിക് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പേഴ്സൺസ് ജനറൽ നോളജ് അബൌട്ട് ദ വേൾഡ്. സെമാൻറ്റിക് മെമ്മറി എന്ന് പറയുന്നത് നമ്മൾ ലോകത്തെക്കുറിച്ച് പൊതുവായിട്ടുള്ള ധാരണ ഓരോരുത്തർക്കും ഉണ്ടല്ല. ഇറ്റ് ഇൻവോൾവ്സ് അബ്സ്ട്രാക്ട് കൺസെപ്റ്റൽ നോളജ് ആൻഡ് മീനിങ്സ് ഓഫ് വേർഡ്സ്, സിമ്പിൾസ്, ഐഡിയൽസ്, റൂൾസ് ഫോർ റിലേറ്റിംഗ് ദം വിത്ത് അതർ കൺസെപ്റ്റ്സ്. നമുക്കറിയാം കുറേ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഓർമ്മിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ വേർഡിൻ്റെ അർത്ഥം, സിമ്പിൾസ്, ഐഡിയാസ്, റൂൾസ്, ഇതൊക്കെ നമുക്കറിയാം. ദാറ്റ് ഈസ് ജനറൽ നോളജ് അബൌട്ട് ദ വേൾഡ്. ദാറ്റ് ഈസ് സെമാൻറ്റിക് മെമ്മറി. എപ്പിസോഡിക് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ റിറ്റൻഷൻ ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് വേർ ആൻഡ് വെൻ ഓഫ് ലൈഫ്സ് ഹാപ്പനിങ്. ഇറ്റ് ഇൻക്ലൂഡ്സ് മെമ്മറീസ് ഓഫ് പേഴ്സണൽ എക്സ്പീരിയൻസ് ടൈഡ് ടു പെർട്ടിക്കുലർ ടൈം ആൻഡ് പ്ലേസ്. ദാറ്റ് ഈസ് നമുക്ക് ഒരു സ്ഥലം കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരികയാണ്, ഇന്ന കാര്യം പെട്ടെന്ന് ഓർമ്മ വരികയാണ്. ദാറ്റ് ഈസ് എപ്പിസോഡിക് മെമ്മറി. ഇറ്റ് ഇൻക്ലൂഡ്സ് മെമ്മറീസ് ഓഫ് പേഴ്സണൽ എക്സ്പീരിയൻസസ് ടൈഡ് ടു പെർട്ടിക്കുലർ ടൈം ആൻഡ് പ്ലേസ്. ഇനി ഇതിനെ വീണ്ടും നമ്മൾ ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി എന്നും ഫ്ലാഷ് ബൾബ് മെമ്മറി എന്നും നമ്മൾ പറയും, സബ് ടൈപ്സ്. ഇതിന് വീണ്ടും സബ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനെ ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾ ദ ഇൻഫർമേഷൻ അബൌട്ട് അവർ ഓൺ ലൈവ്സ് ഇൻക്ലൂഡിങ് ദ ഹൂം, വാട്ട്, വേർ ആൻഡ് വെൻ ഓഫ് ഇവൻറ്റ്സ് വി ഹാവ് എക്സ്പീരിയൻസ്ഡ് ആൻഡ് വിച്ച് വി ഹാവ് ബീൻ എ പാർട്ട് ഓഫ് ഇറ്റ്. ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി ആ പേര് പറയുന്ന പോലെ തന്നെ നമ്മളെ സംബന്ധിക്കുന്ന എല്ലാ ഇൻഫർമേഷൻസും, ഒരുപാട് ഇൻഫർമേഷൻസും നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്ന ആരാണ്, എന്താണ്, എവിടെയാണ്, എപ്പോഴാണ് ആ സംഭവം നടന്നേ, നമ്മൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിച്ചേ, നമ്മളത് പങ്കെടുക്കാനായിട്ട് സാധിച്ചതെന്ന് കൃത്യമായിട്ട് ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി എന്നുള്ളത് നമ്മൾ പറയും. ഫ്ലാഷ് ബൾബ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അനദർ ടൈപ്പ് ഓഫ് മെമ്മറി ടു റിമെമ്പർ വിവിഡ്ലി എ സർട്ടൻ ഇവൻറ്റ് ആൻഡ് ദ ഇൻസിഡൻറ്റ് സറൗണ്ടിങ് അവർ മെമ്മറി ഫോർ എ ലോങ് ടേം. ദാറ്റ് ഈസ് ഫ്ലാഷ് ബൾബ് മെമ്മറി. നെക്സ്റ്റ് ഈസ് പ്രൊസീജിയറൽ മെമ്മറി. ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ പ്രൊസീജിയറൽ ഡിക്ലറേറ്റീവ് മെമ്മറിയിലെ ഡിഫറെൻറ്റ് സബ് പാർട്സ് ആണ് നമ്മൾ പറഞ്ഞത്. സെമാൻറ്റിക് മെമ്മറി, എപ്പിസോഡിക് മെമ്മറി. സെമാൻറ്റിക് മെമ്മറി എന്താണെന്നുള്ളത് പറഞ്ഞു, എപ്പിസോഡിക് മെമ്മറി എന്താണെന്നുള്ളത് പറഞ്ഞു. അതിൻ്റെ സബ് ടൈപ്സ് ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറിയും ഫ്ലാഷ് ബൾബ് മെമ്മറിയും പറഞ്ഞു. ഓട്ടോബയോഗ്രഫിക്കൽ മെമ്മറി എന്താണെന്നുള്ളത് പറഞ്ഞു, ഫ്ലാഷ് ബൾബ് മെമ്മറി എന്താണെന്ന് പറഞ്ഞു. ഇനി പ്രൊസീജിയറൽ മെമ്മറി എന്താണെന്ന് പറയാം. ഇറ്റ് റെഫേഴ്സ് ടു നോളജ് ഇൻ ദ ഫോം ഓഫ് സ്കിൽസ് ആൻഡ് കൊഗ്നിറ്റീവ് ഓപ്പറേഷൻ അബൌട്ട് ഹൗ ടു ഡു സംതിങ്. നമുക്കറിയാം, നമുക്ക് ഒരു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ
അത് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു വെച്ചിട്ടുള്ള സ്കില്ല് നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം അല്ലേ. ആ നോളജിന് ഉപയോഗിക്കാൻ കഴിയുന്ന മെമ്മറി ഉണ്ട്. നമുക്ക് സാധാരണഗതിയിൽ തന്മാത്രയിൽ മോഹൻലാലിനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ മെമ്മറി എന്ന് പറയുന്ന ഒരു പാർട്ടിനെ ബാധിക്കുന്ന ഒരു സംഭവമാണത്. അപ്പോൾ പ്രൊസീജിയറൽ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it refers to the knowledge in the form of skills and cognitive operation about how to do something. It has been called a knowing how and more recently implicit memory. That means നേരത്തെ നമ്മൾ പറഞ്ഞു എക്സ്പ്ലിസിറ്റ് മെമ്മറീനെ അല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് മെമ്മറീനെ നമ്മൾ വേറൊരു പേരിട്ട് വിളിച്ചു. ഏത് പേരാണ് ഇട്ട് വിളിച്ചത്? ഡിക്ലറേറ്റീവ് മെമ്മറി എന്ന് പറഞ്ഞു. ഡിക്ലറേറ്റീവ് മെമ്മറിയുടെ തൊട്ട് താഴെ നമ്മൾ പറഞ്ഞു എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്ന് പറഞ്ഞു. എക്സ്പ്ലിസിറ്റ് മെമ്മറി എന്താ പറയുക, പ്രൊസീജിയർ മെമ്മറിയുടെ വേറൊരു പേരാണ് നമ്മൾ ഇംപ്ലിസിറ്റ് മെമ്മറി എന്ന് പറയുക. ഇംപ്ലിസിറ്റ് മെമ്മറി എന്താണെന്നുള്ളത് പറഞ്ഞു. സബ് ടൈപ്സ് ഓഫ് ഇംപ്ലിസിറ്റ് മെമ്മറി ആ സ്കിൽസ്, പ്രൈമിങ്, രണ്ട് പ്രധാനപ്പെട്ട സബ് ടൈപ്സ് ആണുള്ളത്. ആൻഡ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് മെമ്മറി, നമുക്കറിയാം നമ്മുടെ ഓർമ്മയെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇനി പറയാനുള്ളത്. സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട്, ടൈപ്സ് ഓഫ് മെമ്മറി, കോണ്ടെക്സ്റ്റ്, ലേണിംഗ് ഓഫ് അതർ ടാസ്ക്, എമൗണ്ട് ഓഫ് മെറ്റീരിയൽ. സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തൊക്കെ വരും? നമ്മുടെ ഇൻ്റലിജൻസ്. സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സൺസ് എബിലിറ്റി, ഇൻ്റലിജൻസ്, മോട്ടിവേഷൻ, ഇമോഷൻ, ഇൻട്രസ്റ്റ്, ഏജ്, ആൻസൈറ്റി, മെൻ്റൽ സെറ്റ്, റെസ്റ്റ്, സ്ലീപ്പ്, ഫാറ്റിക്, അറ്റൻഷൻ. ഇതൊക്കെ നമുക്ക് പേഴ്സണലി സംഭവിക്കുന്നതാണ്. ദാറ്റ് ഈസ് സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ്. നെക്സ്റ്റ് ഈസ് ഇൻ്റലിജൻസ് എന്താണെന്നുള്ളതാണ്. ഇൻ്റലിജൻസ് അതിൽ സബ്ജക്റ്റീവ് ഫാക്ടേഴ്സിൽ ഓരോന്നും നമുക്ക് പറയാം. ഇൻ്റലിജൻസ് എന്താണെന്നുള്ളത്, ഇൻഡിവിജ്വൽസ് വിത്ത് മോർ IQ ഹാവ് മോർ പവർ ടു മെമ്മറീസ് ആൻഡ് റീറ്റെയിൻ. നമുക്ക് IQ ലെവൽ കൂടുതലുള്ള ആളുകൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഓർത്തു വെക്കാനും അത് റിട്ടെയിൻ ചെയ്തെടുക്കാനും നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഇൻ്റലിജൻസ്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഹൈ മോട്ടിവേറ്റഡ് പീപ്പിൾ, സാധാരണ മോട്ടിവേഷൻ ലെവൽ ലോ ആണെന്ന ഉള്ള ആളുകൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറേ ലേണിംഗ് മെറ്റീരിയൽസ് ഒന്നും റിമെമ്പർ ചെയ്യാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഹൈലി മോട്ടിവേറ്റഡ് ആളുകൾ ദേ ആർ ട്രൈങ് ടു റിമെമ്പർ ദോസ് തിങ്സ്. ഇതൊക്കെ നമുക്കറിയാം. അപ്പോൾ മോട്ടിവേഷൻ ലെവൽ ഒരു പരിധി വരെ നമ്മുടെ മെമ്മറീനെ ബാധിക്കുന്നുണ്ട്. ഇമോഷൻ അടുത്തൊരു കാര്യമാണ്. ഇമോഷൻ ദാറ്റ് മീൻസ് എക്സ്പീരിയൻസസ് ഓഫ് പ്ലഷേഴ്സ് ആൻഡ് പെയിൻ ആർ ഈസിലി റീകോൾഡ് ഇൻ ദ മെമ്മറി. ദാറ്റ് മീൻസ് നമുക്ക് വേദനയുള്ള കാര്യങ്ങൾ ഏറ്റവും പെട്ടെന്ന് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഓർമ്മ വരും. അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തന്നിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. ദാറ്റ് ഈസ് ഇമോഷൻസ്. അതുപോലെ തന്നെ നമ്മുടെ താല്പര്യങ്ങൾ, ഇൻട്രസ്റ്റ്. ദ പേഴ്സൺ ക്യാൻ മെമ്മറൈസ് ദ തിങ്സ് ഈസിലി ആൻഡ് ഫോർ ലോങ് ടൈം ഇൻ വിച്ച് ഈസ് ഇൻട്രസ്റ്റ്. നമുക്കറിയാം, നമ്മൾ ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ, ഇതിനെ സംബന്ധിച്ചിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് പറയാനായിട്ട് സാധിക്കുക. നമുക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ തോന്നാറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാൻ തോന്നാറുണ്ട്. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഓർക്കാനായിട്ട് നമ്മൾ ശ്രമിക്കാറില്ല, അല്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ലാത്ത കാര്യങ്ങളെ നമ്മൾ ഓർമ്മയിൽ വെക്കാറുമില്ല. ദാറ്റ് ഈസ് ഇൻട്രസ്റ്റും ഒരു പരിധിവരെ മെമ്മറീനെ ബാധിക്കുന്ന ഘടകമാണ്. പിന്നെ നമ്മുടെ ഏജ്, കുട്ടികളുടെ മെമ്മറിയാണ് ശരിക്കും പറഞ്ഞാൽ ഷാർപ്പായിട്ടിരിക്കുക. കുട്ടികൾക്ക് ഒരു കാര്യം, ചെറിയ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മയുണ്ടാവും, പെട്ടെന്നത് ഓർമ്മയുണ്ടാവും. പക്ഷേ അഡൾട്ട്സിന് പ്രായമാവും തോറും മെമ്മറിയിൽ വ്യത്യാസങ്ങൾ വരും. ദേ ക്യാൻ മെമ്മറീസ് the things easily. Children can memorize the things easily. With age, memory weakens and decreases in old age. Old age ആകുമ്പോഴേക്കും നമ്മുടെ ഓർമ്മയൊക്കെ പതുക്കെ നഷ്ടപ്പെട്ടിരിക്കും. ദാറ്റ് ഏജ് ഈസ് വെരി കോൺട്രിബ്യൂട്ടിങ് ഫാക്ടേഴ്സ് ടു എന്താ പറയുക, മെമ്മറൈസിങ് ദ ഈവൻസ് ഓർ ഫാക്ട്സ്. പിന്നെ ആൻസൈറ്റി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മളുടെ സ്ട്രെസ് ഹോർമോണായിട്ടുള്ള കോർട്ടിസോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഇൻക്രീസ് ലെവൽ ആൻസൈറ്റിയും ഡിപ്രഷനും നമുക്കുണ്ടാക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ബ്രെയിൻ സെല്ലിനെ അത് ബാധിക്കും. ബ്രെയിൻ സെല്ലിലെ സിനാപ്സിസിനെ അത് ബാധിക്കും. സിനാപ്സിസ് മേക്ക് ഇറ്റ് ഡിഫിക്കൽട്ട് ടു ഫോം ആൻഡ് റിട്രീവ് ദ മെമ്മറീസ്. അത് നഷ്ടപ്പെടുന്നത് സ്വാഭാവികമായിട്ടും നമ്മുടെ മെമ്മറീനെ റിട്രീവ് ചെയ്തെടുക്കുന്നതിന് എന്താ പറയുക, ഒരു പ്രധാനപ്പെട്ട ഒരു തടസ്സമാണെന്ന് വേണമെങ്കിൽ പറയാം. നെക്സ്റ്റ് ഈസ് മെൻ്റൽ സെറ്റ്.
ഇഫ് ദ പേഴ്സൺ ഈസ് റെഡി ടു ലേൺ ഹി ക്യാൻ മെമ്മറൈസ് ദ തിങ്സ് ക്വൈറ്റ് വെൽ. സ്വാഭാവികമായിട്ടും നമുക്ക് പഠിക്കാൻ നമ്മൾ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തോന്നുന്നതാണ്, നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് നമ്മുടെ മെൻ്റൽ സെറ്റ് കൃത്യമല്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് പഠിക്കാനല്ല നമുക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് കാര്യങ്ങൾ ഓർത്തിരിക്കാൻ പറ്റില്ല. പക്ഷേ ഇഫ് ദ പേഴ്സൺ ഈസ് റെഡി ടു ലേൺ he or she can memorizes the things quite well എന്നുള്ളതാണ്. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, നമുക്ക് ഉറക്കം കിട്ടിയില്ല അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കാനായിട്ട് നമുക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ദ പേഴ്സൺ ആഫ്റ്റർ ഹാവിങ് എ റെസ്റ്റ് ഓർ സ്ലീപ്പ് ക്യാൻ ഈസിലി റീറ്റെയിൻ ദ എക്സ്പീരിയൻസസ്. സ്വാഭാവികമായിട്ടും നമുക്ക് കൂടുതൽ ഉറക്കം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, മതിയായിട്ടുള്ള ഉറക്കവും റെസ്റ്റും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ഓർത്തിരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് ഓർമ്മയില്ല അല്ലെങ്കിൽ നമുക്ക് ഉറക്കം കിട്ടുന്നില്ല, കൃത്യമായിട്ട് ഉറക്കം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മെമ്മറീനെ ബാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ക്ഷീണം നമ്മുടെ മെമ്മറീനെ ഡിസ്ട്രോയ് ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. പിന്നെ നമ്മുടെ അറ്റൻഷൻ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം, ദ തിങ്സ് ടു വിച്ച് വി പ്ലേ അവർ അറ്റൻഷൻ ആർ മെമ്മറൈസ്ഡ് വെൽ ആൻഡ് ഇൻ ഷോർട്ടർ പീരീഡ് ദാൻ ടു തിങ്സ് ഓൺ വിച്ച് വി പേ അവർ ലിറ്റിൽ അറ്റൻഷൻ. നമ്മൾ കുറേയും കൂടി ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ അറ്റൻഷൻ്റെ കുറേ എലമെൻറ്റ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു. ലിറ്റിൽ അറ്റൻഷൻ ഉള്ളതിനേക്കാളും കുറേയും കൂടി മോർ അറ്റൻഷൻ ഒരു കാര്യത്തിൽ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ മെമ്മറൈസ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുള്ളതാണ്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെമ്മറി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആദ്യം ഇതിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ്. നെക്സ്റ്റ് ഈസ് ടൈപ്സ് ഓഫ് മെമ്മറി. ടൈപ്സ് ഓഫ് മെമ്മറിയാണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ടൈപ്സ് ഓഫ് മെമ്മറി നമ്മൾ കോമൺലി ടൈപ്സ് ഓഫ് മെമ്മറി: ഹാബിറ്റ് വേഴ്സസ് ട്രൂ മെമ്മറി, പാസീവ് വേഴ്സസ് ആക്റ്റീവ് മെമ്മറി, പേഴ്സണൽ വേഴ്സസ് ഇംപേഴ്സണൽ മെമ്മറി, ഇമ്മീഡിയറ്റ് വേഴ്സസ് പെർമനൻറ്റ് മെമ്മറി, റോഡ് വേഴ്സസ് ലോജിക്കൽ മെമ്മറി. ഹാബിറ്റ് വേഴ്സസ് ട്രൂ മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹാബിറ്റ് ഈസ് എ മെക്കാനിക്കൽ പ്രോസസ് ഓഫ് റിപ്പീറ്റേഷൻ. നമ്മൾ സാധാരണഗതിയിൽ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്തിട്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ ഹാബിറ്റായിട്ട് മാറും. ആൻഡ് ട്രൂ മെമ്മറി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പേഴ്സൺസ് ഇൻട്രസ്റ്റ് റേദർ ദാൻ മെക്കാനിക്കൽ പ്രോസസ് ഓഫ് റിപ്പീറ്റേഷൻ. സ്വാഭാവികമായിട്ടും നമ്മുടെ ആളുകളുടെ ഇൻട്രസ്റ്റ് ആണ് ട്രൂ മെമ്മറി എന്ന് പറയുന്ന ഒരു ഇതിലേക്ക്, ക്ലിയർ ആയിട്ടുള്ള മെമ്മറി എന്നുള്ള ലെവലിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളത്. ഒരു മെക്കാനിക്കൽ പ്രോസസ് ഓഫ് റിപ്പീറ്റേഷൻ നമ്മൾ ചെയ്തുകൊണ്ട് നമ്മൾ മെമ്മറി കൂടണം എന്ന് നിർബന്ധമില്ല. നെക്സ്റ്റ് ഈസ് പാസീവ് വേഴ്സസ് ആക്റ്റീവ് മെമ്മറി. When the past experience come to our memory without making effort is called passive memory. That means നമ്മൾ കഴിഞ്ഞ കാര്യങ്ങൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഓർമ്മ വരികയാണെന്നുണ്ടെങ്കിൽ, ഒരു എഫേർട്ടും ഇല്ലാതെ നമുക്ക് ഓർമ്മ വരികയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് പാസീവ് മെമ്മറി. ഇൻ ആക്റ്റീവ് മെമ്മറി, കോൺഷ്യസ് എഫേർട്സ് ഹാവ് ടു ബി മെയ്ഡ് ടു റീകോൾ പാസ്റ്റ് എക്സ്പീരിയൻസസ്. നമുക്ക് ആക്റ്റീവ് മെമ്മറി എന്ന് പറയുന്നത് നമ്മൾ ഡെലിബറേറ്റ്ലി നമ്മൾ ഒരു കാര്യത്തെ നമ്മുടെ ബോധതലത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്, പാസ്റ്റ് എക്സ്പീരിയൻസസിനെ. അപ്പോൾ അതാണ് ഒരു പ്രധാനപ്പെട്ട പാസീവും ആക്റ്റീവും മെമ്മറി തമ്മിലുള്ള വ്യത്യാസം. ഫോർ എക്സാമ്പിൾ, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഒരു മാത്ര വെറുതെ നനച്ചുപോയി. ആ പാട്ട് നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് നമ്മൾ കോൺഷ്യസ് എഫേർട്ടിലേക്ക് നമ്മൾ സാധാരണ ഇതിൽ നമ്മളുടെ സബ്ജക്റ്റീവായിട്ടുള്ള എക്സ്പീരിയൻസസ് കൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ ഓർത്തു വയ്ക്കില്ലേ. ഫോർ എക്സാമ്പിൾ അതാണ്. ഇവിടെ പ്രണയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് പാട്ടുകളാണ് ഇതിനുള്ളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, നമുക്ക് ഇത് രണ്ട് കേൾക്കുമ്പോൾ നമുക്ക് പഴയ പാസ്റ്റ് എക്സ്പീരിയൻസ് ഡെലിബറേറ്റ്ലി നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് കോൺഷ്യസ്ലി. അല്ലിമലർക്കാവിൽ പൂരം കാണാൻ അന്ന് നമ്മൾ പോയി രാവിൽ നിലാവിൽ എന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ കേൾക്കുമ്പോൾ അല്ലേ, അതുപോലെ ഈ പാട്ടൊക്കെ കേൾക്കുന്ന സമയത്ത് ഒരുപാട് ഓർമ്മകൾ നമ്മുടെ ഉള്ളിലേക്ക് ഓർമ്മ വരും അല്ലേ, നമുക്ക് വരും. പുലർക്കാല സുന്ദര സ്വപ്നത്തിൽ ഞാനൊരു പൂമ്പാറ്റയിൽ നിന്ന് മാറി, വിണ്ണിലും മണ്ണിലും പൂവിലും പുല്ലിലും വർണ്ണച്ചിറകായി പാറി എന്നൊക്കെ പറയുമ്പോൾ, അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഈ പാസീവ് വേഴ്സസ് ആക്റ്റീവ് മെമ്മറിയിലേക്ക് നമ്മൾ പാസ്റ്റ് എക്സ്പീരിയൻസസ് നമ്മൾ എഫേർട്ടില്ലാതെ നമ്മൾ കൊണ്ടുവരുന്നതാണ് പാസീവ് മെമ്മറി. നമ്മൾ പാട്ട് കേൾക്കുന്ന സമയത്ത് നമ്മൾ പാസീവായിട്ട് കുറേ മെമ്മറിയിലേക്ക് നൊസ്റ്റാൾജിയയിലേക്ക് നമ്മൾ പോകുന്നു എന്ന് പറയുന്നത് ഈ ടൈപ്പ് ഓഫ് മെമ്മറിയാണ്. നെക്സ്റ്റ് ഈസ്
personal versus impersonal memory. Recollection of individual experiences is called personal memory. That means നമ്മൾക്ക് സ്വന്തമായിട്ട് നമുക്ക് ഓർത്തെടുക്കാൻ നമ്മുടെ എക്സ്പീരിയൻസസ്. ഇപ്പോൾ ഞാൻ സൈജിത്ത് എന്ന് പറയുന്ന ഒരാളുടെ ആൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ആൾ ഓർത്തെടുക്കുക, റീകളക്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ദാറ്റ് ഈസ് പേഴ്സണൽ മെമ്മറി. ഇംപേഴ്സണൽ മെമ്മറി എന്ന് പറയുന്നത് റീകളക്റ്റഡ് മെറ്റീരിയൽസ് കംപ്ലീറ്റ്ലി അൺറിലേറ്റഡ് ടു ഇൻഡിവിജ്വൽ, നമ്മളുമായിട്ട് സംബന്ധിക്കുന്ന ഒരു കാര്യമായിരിക്കില്ല. ദാറ്റ് ഈസ് ഇംപേഴ്സണൽ മെമ്മറി. നെക്സ്റ്റ് ഈസ് ഇമ്മീഡിയറ്റ് വേഴ്സസ് പെർമനൻറ്റ് മെമ്മറി. In order to remember something immediately or bringing it back to the memory is called immediate memory. നമ്മുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് in order to remember something immediately or bringing it back to the memory is called immediate memory. Permanent memory എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽ ആ സ്റ്റോർഡ് ആൻഡ് ക്യാൻ റിട്രീവ് ഇറ്റ് അറ്റ് എനി ടൈം വി വാണ്ട്. സ്വാഭാവികമായിട്ടും നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഓർത്തെടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താൻ ഞാൻ ആ പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ, അതുപോലെ വരുവാനില്ലാരും ഈ ആ പാട്ടൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരും അല്ലേ. നമുക്കിങ്ങനെ ദാറ്റ് ഈസ് ഇമ്മീഡിയറ്റ്ലി നമ്മൾ അല്ലെങ്കിൽ പെർമനൻ്റ് എന്ന് പറയുന്ന മെമ്മറിയിലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് റിട്രീവ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. മന്ദാര ചെപ്പുണ്ടോ മാണിക്യക്കല്ലുണ്ടോ ആ പാട്ടൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. നെക്സ്റ്റ് ഈസ് റോഡ് വേഴ്സസ് ലോജിക്കൽ മെമ്മറി. റോഡ് മെമ്മറി തിങ്സ് ആർ മെമ്മറൈസ്ഡ് വിത്തൗട്ട് ലോജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്. ലോജിക്കൽ മെമ്മറി എന്ന് പറയുന്നത് ദ ലീനർ അണ്ടർസ്റ്റാൻഡ് ആൻഡ് റിമെമ്പേഴ്സ് തിങ്സ് ലോജിക്കലി. റോഡ് വേഴ്സസ് ലോജിക്കൽ മെമ്മറി. നെക്സ്റ്റ് ഈസ് ഇപ്പോൾ ഇത്ര ടൈപ്പ് ഓഫ് മെമ്മറിയാണ് നമ്മൾ ഇതിൽ പറഞ്ഞത്. ഇതുവരെ നമ്മൾ പറഞ്ഞ ടൈപ്പ് ഓഫ് മെമ്മറി നമ്മുടെ മെമ്മറീനെ ബാധിക്കുന്ന ഫാക്ടേഴ്സാണ്. ഒന്ന് സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ്, നെക്സ്റ്റ് ഈസ് ടൈപ്പ് ഓഫ് മെമ്മറി, പിന്നെ തേർഡ് വൺ ഈസ് കോണ്ടെക്സ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു കോണ്ടെക്സ്റ്റ് എന്താണെന്നുള്ളത്. All stimuli appear in the background or context in which information is present. That means all stimuli appear in the background or context in which information is presented. More responses were recalled correctly under stable condition than in the changed context. In learning of other tasks, there are two variables. ഇത്രയും കാര്യങ്ങൾ കോണ്ടെക്സ്റ്റ് വരെ നിങ്ങൾ എന്ന് നോക്കുക. ആദ്യം മുതലേ പറഞ്ഞ കാര്യങ്ങൾ വരെ നോക്കുക, കോണ്ടെക്സ്റ്റ് വരെ നിങ്ങൾ നോക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത ദിവസം ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പറയാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി യു ക്യാൻ ആസ്ക് മീ ഇൻ അവർ ഗ്രൂപ്പ്. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. പിന്നീട് നിങ്ങൾ ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഞാനായാലും ധന്യവാസായാലും നിങ്ങളെ പഠിപ്പിക്കുന്നത്. സോ you should ask the questions and clarifications. Okay, thank you.